ഫസി ഞാനും ബ്രേക്കപ്പ് ആയിട്ട് 8 മാസമായി. മനസ്സിലായി? നമ്മള് ജൂലൈ ആയിട്ട് ജൂണിൽ ബ്രേക്കപ്പ് ആയത്. സേഫ്റ്റി ഇല്ലാത്ത ഒരു കാര്യമില്ല. മനസ്സിലായി? അത് കാർ ഓടിക്കുന്നതായാലും എന്ത് എടാ എടാ നിങ്ങൾ എന്തിനാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എടാ ഫസി ഞാനും ബ്രേക്കപ്പ് ആയിട്ട് 8 മാസമായി. മനസ്സിലായി? നമ്മള് ജൂലൈ ആയിട്ട് ജൂണിൽ ബ്രേക്കപ്പ് ആയത്. അത്രയായി. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, 8 മാസം. 8ാമത്തെ മാസം അത്. ഇപ്പോഴും ഓളെ കാര്യത്തിന് എൻ്റെ പേരെന്തിനാണ്? കുറേ വീഡിയോൻ്റെ എല്ലാം തമ്മിൽ തൊപ്പിയുടെ മുൻകാമുകി എന്നിട്ടാണ് എൻ്റെ പേരെന്തിനാണ് അതിൽ ഇതാക്കുന്നത്. ഓളിപ്പോൾ പുതിയ ബോയ് ഫ്രണ്ടായി, ഓള് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതാടാ. എന്തെങ്കിലും കേട്ടോ, അതിൻ്റെ ഇടക്ക് നോക്ക് കുറേ വള്ളികൾ ഓളായി, ഓളെ കാര്യങ്ങളായി. മനസ്സിലാ? അതിന് എൻ്റെ പേരെന്തിനാണ് വലിച്ചേക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ ഇവിടുന്ന് നടക്കാൻ പാടാ. സേഫ്റ്റി ഇല്ലാത്ത ഒരു കാര്യമില്ല. മനസ്സിലായോ? അത് കാർ ഓടിക്കുന്നതായാലും ബാക്കി ഇരിക്കുന്നവരായാലും ഫ്രണ്ട് അതല്ല. ബ്രോ വാട്ട് അബൌട്ട് യുവർ കേസ്? എടാ സംസാരിക്കാറുണ്ട്. എടാ കേസ്, എടാ എൻ്റെ കേസ് ഞാൻ കണ്ടിരാ. അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. അറിയാത്തവർക്ക് ഞാൻ ന്യൂസ് വെച്ചുതരാം. എന്തായാലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇതാ തൊപ്പിയുടെ ഡ്രൈവർ. ഇങ്ങനെയാണ് ന്യൂസിലാണ്. മീഡിയക്കാരെ ചെറ്റത്തരം. ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാണ്ട്. മീഡിയക്കാരെ ചെറ്റത്തരത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, എന്താ ന്യൂസ് ആണെന്നറിയോ? തൊപ്പിയുടെ ഡ്രൈവർ മയക്കുമരുന്നുമായി പിടിയിൽ എന്ന് പറഞ്ഞത്. തൊപ്പിയുടെ ഫ്ലാറ്റിൽ എന്തായിരുന്നു? തമ്മനത്തെ തൊപ്പിയുടെ ഫ്ലാറ്റിൽ തൊപ്പിയുടെ ഡ്രൈവർ മയക്കുമരുന്നുമായി പിടിയിൽ നിന്നിട്ടാണ് ന്യൂസ് വന്നത്. നിങ്ങൾ മീഡിയക്കാർ തെണ്ടികളെ. തമ്മന എവിടെയാ? ഇതേടെ സ്ഥലം അറിയോ? ഞാൻ അത്ര കാലം ഇവിടെ ജീവിക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു 5-8 മാസമായിട്ട് ലൈവ് ചെയ്യുന്നത് ഇടുന്നത്. ഇതേ സ്ഥലം അറിയോ? ഇത് കളമശ്ശേരിയാണ്. ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ ഇവിടെ താമസിക്കുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്ക്. ഞാൻ കഴിഞ്ഞ 8 മാസമായിട്ട് താമസിക്കുന്നത് കളമശ്ശേരിയാണ്. തമ്മനത്ത് ഏതോ ഫ്ലാറ്റിൽ നിന്ന് ആരതോ കയ്യിൽ നിന്ന് എന്തോ പിടിച്ചോന്ന് പോലും എനിക്കറിയില്ല. ഉറപ്പില്ല, എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. എന്നിട്ട് അതുമായിട്ട് എൻ്റെ ഡ്രൈവറിന് ബന്ധമുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയാം. എൻ്റെ കുറേ കാലമായിട്ടുള്ള ഡ്രൈവർ എന്ന് പറഞ്ഞാൽ തൻസിയാണ്. ഓക്കെ, കുറേ ആൾക്കാർക്ക് അറിയാം. മുന്നേ ലൈവ് കാണുന്നവർക്ക് അറിയാം. എൻ്റെ പഴയ പണ്ട് മുതലേ എൻ്റെ ലൈവിലായാലും IRL-ആയാലും എല്ലാം ഡ്രൈവറായിട്ട് നിങ്ങൾ കാണുന്നത് തൻസീനല്ലേ. തൻസി കഴിഞ്ഞ മാസം ജോലിക്കൊന്ന് ഒഴിഞ്ഞ്. അപ്പം ഞാൻ പുതിയൊരാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ വന്ന് ഇവൻ വന്നിട്ട് ഭയങ്കര സ്നേഹം. ഇവനെന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഗിഫ്റ്റ് തരാ, ഇത് ഭയങ്കര സ്നേഹം. ഞാൻ ഇവനൊരു ജോലി കൊടുക്കാൻ വിചാരിച്ചു. നിങ്ങൾ കേൾക്കണം, ഇവൻ കയറിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ഇവനെ വന്നിട്ട് പോലീസ് പൊക്കിക്കൊണ്ട് പോയി. മനസ്സിലാ? എനിക്ക് ഇങ്ങനെയുള്ള പണി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഞാൻ ഇവന് എൻ്റെ വണ്ടീൻ്റെ താക്കോൽ കൊടുത്ത് ഇവൻ എൻ്റെ ഡ്രൈവറായിട്ട് ഏൽപ്പിച്ച് അവിടെ നിർത്തിയാണ്. ഇവൻ വണ്ടി എടുത്തിട്ട് എവിടെല്ലോ പോകുന്നുണ്ട്. എനക്കൊന്നും ഇതൊന്നും അറിയില്ല. ഇവൻ എൻ്റെ വണ്ടി ഓടിച്ച് പോകുന്ന കണ്ടു നട്ടാന്ന് പോലീസുകാർ വന്നിട്ട് ഇവനെയും പിടിച്ചുകൊണ്ട് പോയി. എൻ്റെ വണ്ടിയും കൊണ്ടുപോയി, എൻ്റെ ബ്ലാക്ക് ഫോർച്യൂണർ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, ഇതാണ് എനിക്ക് ഈ കേസുമായിട്ടുള്ള ബന്ധം. മനസ്സിലായോ? അതായത് ഞാൻ ജോലിക്ക് ഒരു ട്രയലായിട്ട് ഒരാഴ്ച നീ ഓടിച്ചു നോക്കടാ, അല്ലെങ്കിൽ ഒരു 10 ദിവസം നീ ഓടിച്ചു നോക്ക്, നീ ശരിയാകുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, നീ ഒന്ന് ഓടിച്ചു നോക്കടാ എന്ന് പറഞ്ഞിട്ട് ട്രയലായിട്ട് ഒരുത്തനെ ഞാൻ കയറ്റി നിർത്തിയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാ. അങ്ങനെ ആരോ എന്തോ ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധമുള്ള കേസ് ഉണ്ടായതിന് ഞാനെങ്ങനെയാണ് ഇതാവല്? ആർ യു ചേഞ്ചിങ് ചാനൽ നെയിം? എടാ എല്ലാം അടുക്കിട്ട് ഇത് പറ. എടാ മീഡിയക്കെതിരെ കേസ് കൊടുക്കണം വേണ്ട? ചാറ്റ് പറ. ലാഗ് ശരിയായോ? നല്ലൊരു ലാഗ് ഇടുന്നില്ല. ശരിയായോ? സ്പീഡ് ടെസ്റ്റ്. അവിടെ ലൈവ് സ്റ്റക്കാണ്. ആരെങ്കിലും ഡ്രൈവർ ജോലിക്ക് കയറിയാണ്. ഇവൻ വന്നപാട് ഇവൻ ഭയങ്കര സ്നേഹമാണ് എന്നോട്. എനിക്ക് ഇങ്ങനത്തെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ ഒരിക്കലും. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന്.
പിന്നെ ഒന്നാമത്തെ കാര്യം ഓൻ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് കോടതി പറഞ്ഞില്ല. അത് കോടതി പറയും. അത് എനക്കറിയില്ല. ചിലപ്പോൾ ഓനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഓൻ ആരെങ്കിലും കുടിക്കിയതായിരിക്കും, അത് എനക്കറിയില്ല. ഇതിന്റെ പിന്നിൽ എന്താണെന്നൊന്നും എനക്കറിയില്ല. ഓക്കെ, അനക്ക് ഈ ആളുകൾ വന്നെന്ന് പറഞ്ഞാൽ ഇവന്റെ കയ്യിൽ ഞാൻ വണ്ടീന്റെ താക്കോല് കൊടുത്തതാണ്, മനസ്സിലാവും. അതാണ് അനക്ക് ഈ കേസുമായിട്ടുള്ള ആകെ ബന്ധം. എന്നിട്ട് എന്തെല്ലാന്ന് മീഡിയയിൽ വന്നിട്ടുള്ളത്. ഞാൻ ഇത് അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഇത് കൊടുക്കാൻ വേണ്ടിട്ട്, വക്കീൽ നോട്ടീസ് അയക്കാൻ വേണ്ടിട്ട്. നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് വക്കീൽ നോട്ടീസ് അയക്കാൻ പറ്റും. ഏതല്ല ചാനൽസ് ഏതെല്ലാം അറിയോ? റിപ്പോർട്ടർ TV, 24 ന്യൂസ്, ഞാൻ മറന്നു ഏതെല്ലാം ഉണ്ട്, ഒരു 3-4 ചാനലുകളുണ്ട്. പക്ക ഫേക്ക് ന്യൂസ് കട്ടക്ക് അങ്ങനെ. അപ്പൊ നമ്മുടെ തൊപ്പി അങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ തൊപ്പി അന്ന് മുടിയൊക്കെ വെട്ടിയിട്ട് ഈ ലൈവ് നിർത്തണമെന്ന് പറഞ്ഞിട്ട് അന്ന് പോയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോനകത്ത് പുള്ളിക്കാരൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് തൊപ്പിയുടെ ഈ കഴിഞ്ഞ ദിവസം ഇട്ട ലൈവിനകത്ത് തൊപ്പി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ നടക്കുന്ന ഈ ഫസീർ റിലേറ്റഡ് ആയിട്ടുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ, അപ്പൊ അതിനെയൊക്കെ പറ്റിയിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അതേപോലെ തൊപ്പി പറയുന്നൊരു കാര്യമാണ് ഈ ഫസീർ റിലേറ്റഡ് ആയിട്ടുള്ള വിവാദങ്ങളിനകത്ത് തൊപ്പിയുടെ ഫേസ് വെക്കുന്നതിനെ പറ്റിയിട്ട് തൊപ്പി പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ വന്നിട്ട് പബ്ലിക്കിനെ കാണിച്ചത്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ റിലേഷനിലായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെയാണ് ലൈവിനകത്ത് ഇതൊക്കെ കാണിച്ചത്. ഇതൊക്കെ നിങ്ങൾ കാണിക്കുകയും ചെയ്യും. പിന്നെ നമ്മളൊരു സാധനം പബ്ലിക്കിനകത്ത് കിട്ടി കഴിഞ്ഞാൽ അത് എത്ര കാലം കഴിഞ്ഞാൽ അത് കറങ്ങി തിരിഞ്ഞ് പിന്നെയും വരും എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പൊ നിങ്ങളാർന്നത് ചിന്തിക്കേണ്ടത് ഈ സംഭവമൊക്കെ പബ്ലിക്കിനെ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കണോർത്ത്, അല്ലാണ്ട് ഇപ്പൊ വന്നിരുന്നിട്ട് ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ തമ്മിലിനകത്തൊക്കെ എനിക്ക് ഒരിക്കലും തെറ്റു പറയാൻ പറ്റൂല. ആരും തമ്മിലിനകത്ത് ഈ ഫസിയുടെ ഫോട്ടോന്റെ ഒപ്പം തൊപ്പിനെ വയ്ക്കുന്ന കാര്യം, തൊപ്പിയുടെ ഒരു ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് എന്നുള്ള രീതിക്കാണ് ഫസീനെ എല്ലാവർക്കും അറിയാവുന്നത്. ഭൂരിഭാഗം പേർക്ക് എനിക്ക് അങ്ങനെയാണ് അറിയാവുന്നത്. അല്ലാണ്ട് എനിക്ക് അവരെ വേറെ രീതിക്കൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ അത് തന്നെയാണ് മെയിൻ ആയിട്ട് എല്ലാവരും തമ്മിലിനകത്ത് വെക്കാനായിട്ടുള്ള റീസൺ ആയിട്ട് എനിക്ക് അതാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ തൊപ്പിയുടെ കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളും അതേപോലെ കാസ്ട്രോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് അത്രയാണ് കണ്ടിട്ട് പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ള ഈ വീഡിയോയുടെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെയും